സൂംബ ഡാൻസ് പഠിക്കണമെന്ന കൊല്ലത്തെ ഒരു 3ാം ക്ലാസ്സുകാരുടെ ആഗ്രഹം മന്ത്രി ജെ ചിഞ്ചുറാണി നിറവേറ്റി കൊടുത്തു. ചടയമംഗലം കരിങ്ങന്നൂർ UP സ്കൂളിലെ ലാസിയയ്ക്കാണ് ഈ ഒരു ആഗ്രഹം വന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കാണ് എനിക്ക് ഡാൻസ് പഠിക്കണം, സൂംബ ഡാൻസ് പഠിക്കണം ഒരു കത്തെഴുതി അയച്ചത്. വിവരമറിഞ്ഞ സ്ഥലം MLA ആയ മന്ത്രി ചിഞ്ചുറാണി ഈ വിഷയത്തിൽ ഇടപെട്ടു. ചടയമംഗലം MLA ആണ് ചിഞ്ചുറാണി, നിങ്ങൾക്കറിയാമല്ലോ, അതിനടുത്തുള്ള സ്ഥലമാണിത്. വേണ്ട നടപടി സ്വീകരിച്ചതായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ മന്ത്രി ചിഞ്ചുറാണി തന്നെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ഉടൻ ശിവൻകുട്ടിയുടെ മറുപടിയും കമൻറ്റിൽ വന്നു. സുജിത് സുരേന്ദ്രൻ്റെ റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ 29-ാം തീയതിയാണ് കരിങ്ങന്നൂർ UP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ ലാസ്യ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു കത്തയച്ചത്. ആ കത്തിൽ പറയുന്നത് ഞങ്ങളുടെ സ്കൂളിലും സൂംബ ഡാൻസ് വേണം, ഇതിനു വേണ്ടി ഉള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ്. മണ്ഡലത്തിലെ MLA കൂടിയായ ക്ഷീരവികസന മന്ത്രി ചിഞ്ചുറാണിക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ മന്ത്രി ഇടപെട്ട് ആ സ്കൂളിൽ സൂംബ ഡാൻസ് പഠിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. മന്ത്രി ജെ ചിഞ്ചുറാണി നമുക്കൊപ്പം ചേരുകയാണ്. കുട്ടി പറഞ്ഞത് സൂംബ ഡാൻസിനെ കുറിച്ചാണ്. അത് കേരളത്തിൽ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ ശിവൻകുട്ടി മിനിസ്റ്റർ തന്നെ അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കുക എന്നത് വെറുതെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്കറിയാം ലഹരിയുടെ ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് കുട്ടികളെ നമുക്ക് ലഹരിയിൽ നിന്നും തിരിച്ച് ഒരു ഡാൻസിലൂടെ അല്ലെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഈ സൂംബ ഡാൻസിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 3ാം ക്ലാസ്സുകാരി ലാസ്യ, എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന ഞാൻ എപ്പോഴും പോകുന്ന കരിങ്ങന്നൂർ UP സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ആ കുഞ്ഞ് ഇതുപോലൊരു കത്ത് ശിവൻകുട്ടി മിനിസ്റ്റർക്ക് കൊടുത്തു. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ശിവൻകുട്ടി മിനിസ്റ്റർ അത് എനിക്ക് കൈമാറിയപ്പോൾ അപ്പോൾ തന്നെ ഞാൻ ആ സ്കൂളിൻ്റെ HMനെ വിളിച്ചു. ലാസ്യയെ തന്നെ എനിക്ക് നേരിട്ട് കിട്ടി. മോളോടും സംസാരിച്ചു. സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബിൽഡിംഗ് നടക്കുന്നത് കൊണ്ട് വലിയ സ്പേസ് ഇല്ല അവർക്ക്. അപ്പോൾ ഉള്ള സ്പേസിലേ അവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ ഒരു അധ്യാപികയെ നല്ലതുപോലെ പരിശീലിപ്പിച്ച് അവരെടുത്തിട്ടുണ്ട്. ആ അധ്യാപിക തന്നെ മറ്റുള്ള അധ്യാപകർക്കും ഈ സൂംബയെക്കുറിച്ച് നല്ലതുപോലെ ക്ലാസ് കൊടുത്തുകൊണ്ട്, പരിശീലനം കൊടുത്തുകൊണ്ട് എല്ലാ ക്ലാസ്സുകളിലും അത് തുടങ്ങാനുള്ള സംവിധാനം അവിടെ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ലാസ്യ നമുക്ക് കരുതുന്ന പോലെ നമ്മൾ ഒരു 3ാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടി മാത്രമല്ല, നമുക്ക് നാട്ടിൽ അറിയപ്പെടുന്ന, മിനിസ്റ്റർ അറിയത്തില്ല, നമുക്ക് അറിയപ്പെടുന്ന ഒരാളുടെ ഒരു ചെറുമകൾ കൂടിയാണ്. നമ്മുടെ കേരളത്തിലെ അറിയപ്പെടുന്ന നമ്മുടെ കവി കൂടിയായ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ കൊച്ചുമകളാണ്, മകൻ്റെ മകളാണ്. നേരത്തെ അവിടെ സൂംബ ഡാൻസ് ഇതുപോലെ പഠിപ്പിച്ചിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ചു കാലം ഇതിൻ്റെ ഒരു തുടക്ക ക്ലാസ്സുകളൊക്കെ നടത്തിയിരുന്നതായിട്ട് അറിയാം. അതെ, തുടക്ക ക്ലാസ്സുകൾ നടത്തി. പിന്നെ അത് ഒരുമിച്ച് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അത് അവർ ക്ലാസ് റൂമുകളിലേക്ക് മാറ്റി ഓരോ അധ്യാപകർക്കും അതിൻ്റെ ചുമതല കൊടുക്കും. വലിയവരുൾപ്പെടെ അതിലിപ്പോൾ തൽപരരാണ്. ഇപ്പോൾ കുടുംബശ്രീ അംഗങ്ങൾ ഉൾപ്പെടെ പല പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ അവരും എല്ലാം ഇപ്പോൾ സൂംബ ഡാൻസിലേക്ക് പോവുകയാണ്. അതുതന്നെയാണ് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ അതങ്ങ് ചെയ്തു കൊടുത്തേക്കണം എന്ന ആ വാചകം മിനിസ്റ്റർ ഇവിടെ അന്വർത്ഥമാക്കി. എന്തായാലും ലാസ്യമോൾക്ക് അടുത്ത ക്ലാസ്സുകൾ മുതൽ തന്നെ സൂംബ ഡാൻസിൻ്റെ ക്ലാസ് ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ആ ഉറപ്പ് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് മിനിസ്റ്റർ ജെ ചിഞ്ചുറാണി. ക്യാമറാമാൻ സജീവിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 തിരുവനന്തപുരം.